പ്രവർത്തകർക്ക് UDF-ന്റെ കോൺഗ്രസിന്റെ ചിഹ്നമുള്ള കൈപ്പത്തി ചിഹ്നമുള്ള തൊപ്പിയും സുജയ, നൂറുകണക്കിന് ആളുകളുണ്ട് ഇവിടെ. ഒരു വോട്ടർമാർ ആരൊക്കെയാണെന്ന് എണ്ണിപ്പറക്കി എടുക്കുക ബുദ്ധിമുട്ടാണ്. ഏതായിരുന്നാലും പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലക്കാട്ടുകാരുണ്ട്, പക്ഷേ പാലക്കാട്ടുകാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല ഈ ജനക്കൂട്ടം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചേലക്കരയിലും വയനാടുമൊക്കെ പ്രചരണം കഴിഞ്ഞതോടെ ആളുകളൊക്കെ ഇങ്ങോട്ട് ഒഴുകി വരികയായിരുന്നു. ബൈക്ക് റാലിക്ക് വേണ്ടി വലിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബൈക്ക് റാലിയോടുകൂടിയുള്ള ഒരു റോഡ് ഷോയാണ് ഇവിടെ നിന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ തരത്തിലും ഇനി എന്തൊക്കെ സർപ്രൈസ് ഒക്കെയാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത് എന്നുള്ളതും കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഓരോ ക്യാമ്പിലും സമാനമായ കാഴ്ചകൾ തന്നെയാണ്. ഘടകകക്ഷി പ്രവർത്തകർ അവരുടെ കൊടിതോരണങ്ങളുമായി എത്തുന്നു, കോൺഗ്രസ് പ്രവർത്തകർ കൊടിതോരണങ്ങളുമായി എത്തുന്നു, വനിതകളുണ്ട്. ലോറിക്ക് മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്ന വാഹനത്തിന്റെ മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വനിതകളൊക്കെ ലോറിക്ക് മുന്നിലൊക്കെ വലിഞ്ഞു കയറിയിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ പൂർണ്ണമായും മുലവക്കോട് UDF പ്രവർത്തകരുടെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. രാവിലെ മുതൽ വീട് കയറി കടകൾ കയറിയൊക്കെ വോട്ട് ചോദിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ച് അല്പസമയത്തിനകം ഇവിടേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ റോഡ് ഷോ വൈകാതെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും അത്തരത്തിൽ ആൾക്കൂട്ടം തമ്പടിച്ചിട്ടുമുണ്ട്. ഗതാഗതമൊക്കെ തടസ്സപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രവർത്തകർ പാട്ടും ബഹളവും ഒക്കെയായിട്ട് പ്രവർത്തകരിവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. നേരത്തെ നമ്മൾ PC വിഷ്ണുനാഥിനെ കണ്ടിരുന്നു, റിജിൽ വാക്കുറ്റിയെ കണ്ടിരുന്നു. അങ്ങനെയുള്ള നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് പാലക്കാടിന്റെ ഒരു വൈബ്? പാലക്കാടിന്റെ വൈബ് ഇപ്പോൾ കണ്ടില്ല. UDF ഇവിടെ ഒരു അവസരവാദിക്കും ഒരു വർഗീയവാദിക്കും ഇടമില്ല. മതേതരത്വം ജയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ 20,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. വോട്ട് കിട്ടും തീർച്ചയായിട്ടും. അതിനുള്ള അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. UDF-ന്റെ വളരെ മികച്ച പ്രവർത്തനം ഇവിടെ നടത്തിയ ഇലക്ഷൻ പ്രവർത്തനം, മുന്നൊരുക്കങ്ങൾ, അതുകൊണ്ട് പറയുന്ന ജനങ്ങളുടെ ആവേശം, ഈ മണ്ണ് ഒരു വർഗീയവാദിക്കും വിട്ടുകൊടുക്കില്ല. BJP-യും UDF-ഉം തമ്മിലാണ് നേരിട്ട് മത്സരം നടക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം മതേതരത്വം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ 100% വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അത്തരത്തിലുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഈ UDF ക്യാമ്പിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ എന്ത് വിവാദം വന്നാലും എന്ത് ആരോപണങ്ങൾ വന്നാലും അതൊന്നും തങ്ങളെ തളർത്താനാവില്ല എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടാ, അതെ, പാവങ്ങളെ കൊല്ലുന്ന പാർട്ടി ഇവിടെ വേണ്ട. ആരാ? അതൊക്കെ മുറിച്ചരണം. ഇവര് തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികളെ ചവിട്ടി കൊല്ലല്ലേ. ചേട്ടന്റെ പേരെന്താ? നാസർ കൊടുങ്ങല്ലൂർ. എവിടെ സ്ഥലം? നാസർ കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ ഇവിടെ വന്നതാണോ? കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇതിനായിട്ട് ഇവിടെ വന്നതാണോ? ഞാനിവിടെ തന്നെയാണ്, പാലക്കാട് തന്നെയാണ്. വോട്ട് ഇവിടെ തന്നെയാണോ? അതായത് ഇവിടെ ഭരണം കോൺഗ്രസ്സുകാരെ കൊണ്ട് പറ്റുള്ളൂ. രാഹുലിന് എത്ര ഭൂരിപക്ഷം കിട്ടും? ജയിക്കും. ഈ ഷാഫി തന്നെ മതിയായിരുന്നു. ഷാഫി മാറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഷാഫി മാറുന്നത് അതൊക്കെ ചവിട്ടി തള്ളിയതാ. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങളാണ്. അതാണ് കൃത്യമായ മറുപടിയാണ്. പാർട്ടി തീരുമാനിക്കും. അതുകൊണ്ട് ഷാഫി മാറി എന്നുള്ളതാണ്. അമ്മാവൻ പൊളി വൈബാണ്. ആളുകളൊക്കെ പൊക്കിയെടുക്കുകയാണ്.